സപ്പോസ് നിങ്ങൾ ബൈക്കിൽ ഒരു ദൂരയാത്രയ്ക്ക് പോവുകയാണ്. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ബൈക്കിൽ പെട്രോൾ അടിക്കണം. നിങ്ങൾക്ക് പോകാനുള്ള ദൂരം, ബൈക്കിന്റെ മൈലേജ് ഇതൊക്കെ കണക്കിലെടുത്ത് എത്ര രൂപയ്ക്കാണ് പെട്രോൾ അടിക്കേണ്ടതെന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഇവിടെ ഈ കാൽക്കുലേഷൻസിൽ നിങ്ങൾ യൂസ് ചെയ്ത് സിമ്പിൾ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. നമ്മുടെ ജീവിതത്തിലെ പല ഇമ്പോർട്ടൻറ്റ് ഡിസിഷൻസ് എടുക്കുന്നതിന് മുമ്പും നമ്മൾ ഇതേപോലെയുള്ള അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ചെയ്തിട്ടുണ്ടാവും. ഡിസിഷൻ മേക്കിംഗ് ഇമ്പോർട്ടൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും. നമ്മുടെ ചാനലിലെ പൈതൺ ലെക്ചർ സീരീസിലെ 4th വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു ലെക്ചർ സീരീസ് നിങ്ങൾ കംപ്ലീറ്റ് ചെയ്യുന്നതിലൂടെ പിന്നെ പൈതൺ പഠിക്കുന്നതിനായി നിങ്ങൾ മറ്റൊരു വീഡിയോസും കാണേണ്ടതില്ല. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന പൈതണിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ആണ്. അതായത് പൈതണിൽ കാൽക്കുലേഷൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നും അതിനുവേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നുമാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ വിത്തൗട്ട് ഫർദർ ഡിലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഇറ്റ്സ് മീ അഡോൺ മാത്യു, വെൽക്കം. നമുക്കായും തന്നെ പൈതണിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസും അതിനുവേണ്ടി ഉപയോഗിക്കുന്ന ഓപ്പറേറ്റേഴ്സും ഏതൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് അഡീഷൻ, അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് എന്ന സിമ്പലാണ്. സെക്കൻഡ് സബ്ട്രാക്ഷൻ, അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് മൈനസ് എന്ന സിമ്പലാണ്. തേർഡ് മൾട്ടിപ്ലിക്കേഷൻ, സ്റ്റാർ അഥവാ ആസ്റ്ററിസ്ക് എന്ന സിമ്പൽ. ഫോർത്ത് ഡിവിഷൻ, ഫോർവേഡ് സ്ലാഷ്. ഈ 4 ഓപ്പറേറ്റേഴ്സ് നിങ്ങൾക്ക് കണ്ട് നല്ല പരിചയമുണ്ടാവും. എന്നാൽ ഇതിന് പുറമെ 3 ഓപ്പറേറ്റേഴ്സ് കൂടിയുണ്ട്. അതാണ് മോഡുലസ്, അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് സിമ്പലാണ്. അത് കഴിഞ്ഞിട്ട് ഫ്ലോർ ഡിവിഷൻ, അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഡബിൾ ഫോർവേഡ് സ്ലാഷ് ആണ്. ആൻഡ് ഫൈനലി എക്സ്പൊണൻഷിയേഷൻ, ഡബിൾ ആസ്റ്ററിക് ഓർ ഡബിൾ സ്റ്റാർ ആണ് അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. ഈ അവസാനം പറഞ്ഞ 3 എണ്ണം നിങ്ങളിൽ പലരും ആദ്യമായിട്ടായിരിക്കും കേട്ടുണ്ടാവുക. പക്ഷേ നിങ്ങൾ കൺഫ്യൂസ്ഡ് ആകേണ്ട, നമുക്ക് ഇതെല്ലാം ഓർഡറിൽ തന്നെ ചെയ്ത് കാണിച്ച് പഠിക്കാം. നമുക്കിനി കമ്പ്യൂട്ടർ സ്ക്രീനിലോട്ട് പോകാം. നമുക്കായും തന്നെ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്ത് ഒരു ഫയൽ ക്രിയേറ്റ് ചെയ്യാം. സോ ഞാൻ വിഷ്വൽ സ്റ്റുഡിയോ കോഡ് ഓപ്പൺ ചെയ്യാണ്. ഞാൻ പുതിയൊരു ഫയൽ ക്രിയേറ്റ് ചെയ്യാൻ പോവാണ്. നമ്മളിന്ന് പഠിക്കുന്നത് പൈതണിലെ അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സിനെ കുറിച്ചാണ്. സോ ഫയൽ നെയിമും അതേപോലെ തന്നെ കൊടുക്കാം. അരിത്തമെറ്റിക് അണ്ടർസ്കോർ ഓപ്പറേറ്റേഴ്സ് അണ്ടർസ്കോർ പൈതൺ .ipynb. IPYNB എന്ന് പറയുന്ന ജൂപ്പിറ്റർ നോട്ട്ബുക്ക് ഫയൽ ആവാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. സോ നമ്മളുടെ ഫയൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്കിനി അതിന് തന്നെ #ടാഗ് കൊടുത്തേക്കാം, കമൻറ്റിങ് ചെയ്തേക്കാം. നമ്മളിന്ന് പഠിക്കുന്നത് അരിത്തമെറ്റിക് ഓപ്പറേറ്റേഴ്സ് ഇൻ പൈതൺ. #ടാഗ് എന്താണെന്ന് അറിയാത്തവർക്ക് #ടാഗ് കൊടുത്തു കഴിഞ്ഞാൽ അത് കമൻറ്റിംഗ് ആണ് ചെയ്യുന്നത്. അതായത് #ടാഗ് കൊടുത്തതിന് ശേഷം നമ്മൾ എന്തൊക്കെ ടൈപ്പ് ചെയ്താലും അത് പൈതൺ കോഡായിട്ട് കൺസിഡർ ചെയ്തില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് ഇവിടെ ഒരു ഔട്ട്പുട്ട് കാണത്തില്ല. അത് ജസ്റ്റ് ഒരു കമൻറ്റിംഗ് പർപ്പസിനാണ് യൂസ് ചെയ്യുന്നത്. നമുക്കായും തന്നെ ഫസ്റ്റ് അരിത്തമെറ്റിക് ഓപ്പറേഷനായ അഡീഷൻ വെച്ച് തുടങ്ങാം. സോ അത് ഞാൻ കമൻറ്റ് ചെയ്യാണ്. 1 അഡീഷൻ. അഡീഷന് യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പ്ലസ് എന്ന് പറയുന്ന സിമ്പലാണ്. അഡീഷൻ എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും അറിയുന്ന പോലെ ഒന്നിലധികം നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഞാനിവിടെ അത് കാണിച്ചു തരാം. സപ്പോസ് a = 2 + 3 എന്ന് ഞാൻ കൊടുക്കുകയാണ്. അതിനുശേഷം പ്രിന്റ് ഓഫ് എന്ന് കൊടുക്കാം. ഇവിടെ നമുക്ക് റിസൾട്ടായിട്ട് കിട്ടിയത് 5 ആണ്. അതായത് 2 + 3 എന്ന് പറഞ്ഞാൽ 5. നമ്മൾ ചെറിയ ക്ലാസ് തൊട്ട് തന്നെ കാണുന്ന കാര്യമാണിത്. സോ പ്ലസ് ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഒന്നിലധികം നമ്പേഴ്സ് ആഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇനി സെക്കൻഡ് ഓപ്പറേഷനായ സബ്ട്രാക്ഷൻ എന്താണെന്ന് നോക്കാം. സെക്കൻഡ് സബ്ട്രാക്ഷൻ നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഡീഷൻ ചെയ്ത പോലെ തന്നെ സബ്ട്രാക്ഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം നമ്പേഴ്സ് സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. അതായത് ഞാൻ ഇവിടെ b = 3 - 2 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം പ്രിന്റ് ഓഫ് b 1 എന്ന് കിട്ടിയിട്ടുണ്ട്. അതായത് ഒന്നിലധികം നമ്പർ സബ്ട്രാക്ട് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ സബ്ട്രാക്ഷൻ എന്ന ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് തേർഡ് ഓപ്പറേഷൻ ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ എന്താണെന്ന് നോക്കാം. മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. നമുക്കിവിടെ c = 3 × 2 എന്ന് കൊടുക്കാം. പ്രിന്റ് c.
കണ്ടോ നമുക്ക് 6 കിട്ടിയിട്ടുണ്ട്. അതായത് മൾട്ടിപ്ലിക്കേഷൻ എന്ന് പറയുന്നത് ഒന്നിലധികം നമ്പേഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് സ്റ്റാർ ആണ്. നമുക്കിവിടെ കാണാം സ്റ്റാർ അഥവാ ആസ്റ്ററിസ്ക് ആണ് ഇവിടുത്തെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത്. നിങ്ങൾക്കിപ്പം 4 × 5 ചെയ്യണമെന്നുണ്ടെങ്കിൽ സപ്പോസ് ഞാൻ d = 4 × 5 ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് 4*5 അഥവാ 4*5 ആണ് യൂസ് ചെയ്യേണ്ടത്. പ്രിന്റ് ഓഫ് d നിങ്ങൾക്ക് കാണാൻ 20 വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഫോർത്ത് ഓപ്പറേഷൻ ആയിട്ടുള്ള ഡിവിഷൻ എന്താണെന്ന് നോക്കാം. ഡിവിഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ് യൂസ് ചെയ്യുന്നത്. അതായത് ഞാനിവിടെ e = 5 / 10 എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം പ്രിന്റ് ഓഫ് e നിങ്ങൾക്ക് കാണാം 0.5 എന്ന് വന്നിട്ടുണ്ട്. അതായത് ഡിവിഷനിൽ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് ഈ ഫോർവേഡ് സ്ലാഷ് ആണ്. ഈ പറഞ്ഞ 4 ഓപ്പറേഷൻസ് നമ്മൾ ചെറുപ്പകാലം തൊട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിതൊക്കെ വ്യക്തമായിട്ട് അറിയാം. ഇനി പറയാൻ പോകുന്ന 3 എണ്ണമാണ് നിങ്ങൾക്ക് പരിചയമില്ലാത്തത്. അത് നമുക്ക് ആദ്യം മോഡുലസ് വെച്ച് തുടങ്ങാം. സോ 5th എന്ന് പറയുന്നത് മോഡുലസ്. അതിൻ്റെ ഓപ്പറേറ്റർ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് സിമ്പലാണ്. സോ മോഡുലസ് എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് ഒരു കോഷ്യൻ്റും ഉണ്ടാവും റിമൈൻഡറും ഉണ്ടാവും. അതിൽ റിമൈൻഡർ മാത്രം തരുന്നതാണ് മോഡുലസ്. നിങ്ങൾ കൺഫ്യൂസ്ഡ് ആവേണ്ട, ഞാൻ അതിപ്പോൾ തന്നെ ചെയ്ത് കാണിച്ചു തരാം. അതായത് ഞാനിവിടെ f = 10 മോഡുലസ് 3 എന്ന് കൊടുക്കുകയാണ്. മോഡുലസ് നമ്മൾ റിപ്രസെൻ്റ് ചെയ്യുന്ന പേഴ്സൻറ്റേജ് സിമ്പൽ വെച്ചിട്ടാണ്. അപ്പോൾ ഇവിടെ നമുക്ക് എന്താ റിസൾട്ട് കിട്ടുന്നതെന്ന് നോക്കാം. പ്രിന്റ് ഓഫ് f നിങ്ങൾക്ക് കാണാം 1 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇതെങ്ങനെയാണ് വന്നതെന്ന് ഞാനിപ്പോൾ കാണിച്ചു തരാം. ഒരു പെയിന്റ് വരച്ച് കാണിച്ചു തരാം. Okay, 10 / 3. നമുക്കെന്താ ചെയ്യുന്നത്? 3 × 3 9 ആണെന്ന് അറിയാം. 3 3s are 9. ബാക്കി വരുന്നത് 1. ഇവിടെ 3 എന്ന് പറയുന്നതാണ് കോഷ്യന്റ്. 3 എന്ന് പറയുന്നതാണ് കോഷ്യന്റ്. ഞാൻ തൽക്കാലം q എന്നേ കൊടുക്കുന്നുള്ളൂ. 1 എന്ന് പറയുന്നതാണ് റിമൈൻഡർ. ഞാൻ തൽക്കാലം 6 എന്നാണ് കൊടുക്കുന്നത്. ഇവിടെ ഈ റിമൈൻഡർ വാല്യൂ എടുക്കുന്നതിനാണ് നമ്മൾ മോഡുലസ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. ഈ 1 എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് യൂസ് ചെയ്യുന്നത്. മോഡുലസ് അതായത് നമ്മൾ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്തിട്ട് കിട്ടുന്ന റിമൈൻഡർ എന്താണോ ആ റിമൈൻഡർ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മോഡുലസ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നത്. സോ ഇപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ കമ്പ്യൂട്ടർ സ്ക്രീൻ ഇവിടെ കാണാൻ സാധിക്കും 10 മോഡുലസ് 3 എന്ന് കൊടുത്തപ്പോൾ നമുക്ക് കിട്ടിയ ഉത്തരം 1 ആണ്. അതായത് ഈ റിമൈൻഡർ 1 ആണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. സോ ഇത് നിങ്ങൾക്ക് ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് r = 25 മോഡുലസ് 5 എന്ന് കൊടുക്കുകയാണ്. ഇനി പ്രിന്റ് ഓഫ് r എന്തായിരിക്കും കിട്ടുക? നിങ്ങൾക്ക് അറിയായിരിക്കും 25 / 5 ചെയ്താൽ നമുക്ക് എന്താ കിട്ടുക? 5 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടുന്നത്. റിമൈൻഡർ എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ അതിൻ്റെ മോഡുലസ് ഓപ്പറേഷൻ ചെയ്ത് നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. കാരണം റിമൈൻഡർ ഇല്ല. കണ്ടോ നമുക്ക് 0 എന്ന് കിട്ടി. ഇനി ഞാൻ വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. q = നമുക്ക് 10 മോഡുലസ് 4 എന്ന് കൊടുക്കാം. പ്രിന്റ് ഓഫ് q അതായത് 10 / 4 ചെയ്താൽ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ എന്താണ്? 4 × 2 8. ബാക്കി വരുന്ന റിമൈൻഡർ എത്രയാണ്? 2 ആണ്. സോ നമുക്ക് കിട്ടേണ്ട വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കണം. കണ്ടോ 2 എന്ന് കിട്ടി. അതായത് മോഡുലസ് ഓപ്പറേഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന റിമൈൻഡർ ഫെച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ ഇതേപോലെ രണ്ട് നമ്പേഴ്സ് ഡിവൈഡ് ചെയ്ത് കിട്ടുന്ന കോഷ്യന്റ് ഫെച്ച് ചെയ്യാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഓപ്പറേറ്ററാണ് നെക്സ്റ്റ് പറയാൻ പോകുന്നത്. അതാണ് 6 ഫ്ലോർ ഡിവിഷൻ. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് // ഞാൻ അവിടെ കാണിച്ചു തരാം. ഞാൻ അവിടെ നേരത്തെ ഇത് സെയിം എക്സാമ്പിൾ എടുക്കാം. f = 10 ഫ്ലോർ ഡിവിഷൻ 3 എന്ന് കൊടുക്കാം. ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത് // ആണ്. പ്രിന്റ് ഓഫ് f. ഇപ്പോൾ ഇതിൻ്റെ ഉത്തരം കിട്ടിയ 3 ആണ്. ഞാൻ നേരത്തെ കാണിച്ച പെയിന്റ് വെച്ചൊന്ന് കാണിച്ചു തരാം. ഇതുണ്ടോ ആദ്യം 10 / 3 ചെയ്തു. അപ്പോൾ എനിക്ക് കിട്ടിയ കോഷ്യന്റ് എന്ന് പറയുന്നത് ഈ 3 ആണ്. അപ്പം ഈ 3 ആണ്, അതായത് കോഷ്യന്റ് കിട്ടുന്ന വാല്യൂ ആണ് എനിക്ക് ഫ്ലോർ ഡിവിഷൻ്റെ വാല്യൂ ആയിട്ട് വരിക. ഫ്ലോർ ഡിവിഷൻ ഇതർക്കാലം ഫ്ലോർ എന്ന് കൊടുക്കുകയാണ്. സോ ഫ്ലോർ ഡിവിഷൻ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കോഷ്യന്റ് ആണ് കിട്ടുക. നേരെ മറിച്ച് മോഡുലസ് ഓപ്പറേഷൻ യൂസ് ചെയ്യുന്നതിലൂടെ നമുക്ക് കിട്ടുന്ന റിമൈൻഡർ ആണ്. ഞാൻ ഇനി മറ്റൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം. അതായത് ഞാൻ q = 10
ഫ്ലോർ ഡിവിഷൻ 5. ഫ്ലോർ ഡിവിഷൻ എന്ന് പറയുന്നത് ഡബിൾ സ്ലാഷ് ആണ്. പ്രിന്റ് ഓഫ് ക്യൂ എന്ന് കൊടുത്താൽ ഞാൻ എനിക്ക് എന്തായിരിക്കും കിട്ടുക? 10 ഡിവൈഡ് ബൈ 5 എന്ന് പറയുന്നത് എന്താണ്? 2 ആണ്. 2 ആണ് കോഷ്യൻ റിമൈൻഡർ എന്തിലുണ്ടോ? ഇല്ല. സോ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 2 ആയിരിക്കും. സോ നിങ്ങൾക്ക് മോഡുലസും ഫ്ലോർ ഡിവിഷനും വ്യക്തമായി തന്നെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. ഞാൻ വേണമെങ്കിൽ ഒന്നുകൂടെ പറഞ്ഞുതരാം. മോഡുലസ് ഓപ്പറേഷൻ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 നമ്പേഴ്സ് മോഡുലസ് ഓപ്പറേഷൻ ആണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ അതിൻ്റെ റിമൈൻഡർ ആയിരിക്കും കിട്ടുക. നേരെ മറിച്ച് ഫ്ലോർ ഡിവിഷൻ ആണ് യൂസ് ചെയ്യുന്നതുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന അതിൻ്റെ കോഷ്യൻ്റ് ആയിരിക്കും. ഫ്ലോർ ഡിവിഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഡബിൾ ഫോർവേഡ് സ്ലാഷ് ആണ്. മോഡുലസിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് പെർസെൻറ്റേജ് ആണ്. ഇനി ഫൈനൽ ലാസ്റ്റ് ഓപ്പറേഷൻ ആയിട്ടുള്ള എക്സ്പൊണൻഷിയേഷൻ എന്താണെന്ന് നോക്കാം. 7 എക്സ്പൊണൻഷിയേഷൻ. അതിൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത് ഡബിൾ ആസ്റ്ററിസ്ക് ആണ്. സോ എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ മാത്സിലൊക്കെ ചെയ്തിട്ടുള്ള റേസ് ടു ദ പവർ എന്ന് പറയുന്ന സെയിം ഫംഗ്ഷൻ തന്നെയാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ വെച്ചത് കാണിച്ചു തരാം. ഞാൻ = 2 എക്സ്പൊണൻഷിയേഷൻ എന്ന് പറയുന്നത് ഡബിൾ ആസ്റ്ററിസ്ക് 3 എന്ന് കൊടുത്തിട്ട് പ്രിന്റ് ഓഫ് എന്ന് കൊടുക്കുകയാണ്. സോ ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ ഡബിൾ സ്റ്റാർ അഥവാ ഡബിൾ ആസ്റ്ററിസ്ക് ആണ് എക്സ്പൊണൻഷിയേഷൻ്റെ സിമ്പിൾ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ 2 സ്റ്റാർ 3 എന്ന് പറയുന്നത് 2 to the power of 3 എന്നാണ് അർത്ഥം. അതായത് 2 into 2 into 2 which is 8. സോ നമുക്ക് എൻ്റെ റിസൾട്ട് നോക്കി നോക്കാം. കണ്ടോ, നമുക്കിവിടെ 8 കിട്ടിയിട്ടുണ്ട്. ഇനി വേണമെങ്കിൽ ഞാൻ ഒരു എക്സാമ്പിളോടെ കാണിച്ചു തരാം. അതായത് W = 3 സ്റ്റാർ 2 എന്ന് കൊടുക്കാം. പ്രിന്റ് ഓഫ് W. അപ്പോൾ ഇവിടെ എന്തായിരിക്കും വരിക? 3 സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 3 to the power of 2 എന്ന് പറഞ്ഞാൽ 3 സ്ക്വയർ which is 9. കണ്ടോ, നമുക്ക് 9 എന്ന് കിട്ടി. ഇതുവരെ പറഞ്ഞ 7 ഓപ്പറേറ്റേഴ്സും നിങ്ങൾക്ക് വ്യക്തമായി മനസ്സിലായി എന്ന് തന്നെ വിശ്വസിക്കുന്നു. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഇതുവരെ നമ്മൾ നോക്കിയത് എല്ലാത്തിൻ്റെയും ഒരു സിംഗിൾ ഓപ്പറേറ്റർ വെച്ചിട്ടാണ്. ഒരു മൾട്ടിപ്പിൾ ഓപ്പറേറ്റർ വരുന്ന കേസ് വന്നാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഈ അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ നമ്മൾ യൂസ് ചെയ്യേണ്ടത് പെംഡാസ് എന്ന് പറയുന്ന റൂളാണ്. അതായത് ഞാൻ ഇവിടെ ടൈപ്പ് ചെയ്ത് നോക്കാം. പെംഡാസ്, അതായത് പെംഡാസിലെ P എന്ന് പറയുന്നത് പാരാന്തസിസ് ആണ്. പാരാന്തസിസ് എന്ന് പറഞ്ഞാൽ റൗണ്ട് ബ്രാക്കറ്റ്സ്. E എന്ന് പറയുന്നത് എക്സ്പൊണന്റ്, അതായത് ഡബിൾ സ്റ്റാർ. M എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ സ്റ്റാർ. D എന്ന് പറയുന്നത് ഡിവിഷൻ, അത് ഫോർവേഡ് സ്ലാഷ്. A എന്ന് പറയുന്നത് അഡീഷൻ, അതായത് പ്ലസ്. S എന്ന് പറയുന്നത് സബ്ട്രാക്ഷൻ, അതായത് മൈനസ്. സോ ഫസ്റ്റ് എന്ന് പറയുന്ന പാരാന്തസിസ്, സെക്കൻഡ് എക്സ്പൊണന്റ്, തേർഡ് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ, ആൻഡ് ഫോർത്ത് അഡീഷൻ ആൻഡ് സബ്ട്രാക്ഷൻ. ഞാൻ ഒരു എക്സാമ്പിൾ വെച്ച് നിങ്ങൾക്ക് കൂടുതൽ വ്യക്തമാക്കി തരാം. അതായത് ഞാൻ A = 10 into 2 plus 3 എന്ന് കൊടുക്കുകയാണ്. പ്രിന്റ് ഓഫ് A. ഇവിടെ എങ്ങനെയായിരിക്കും നമ്മൾ ഈ ഒരു കാൽക്കുലേഷൻ ചെയ്യുക? 10 into 2 ആണോ ആദ്യം ചെയ്യുക, അതോ 2 + 3 ആണോ ആദ്യം ചെയ്യുക? സോ ഇങ്ങനത്തെ കേസ് വരുന്ന സമയത്താണ് നമ്മൾ ഈ പെംഡാസ് റൂൾ നോക്കേണ്ടത്. അപ്പോൾ പെംഡാസ് റൂൾ പ്രകാരം ഏതാണ് ഫസ്റ്റ് ഇരിക്കുന്നത് നോക്കുക. ഇവിടെ എന്തൊക്കെയുള്ള മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്, അഡീഷനും ഉണ്ട്. നമുക്ക് കാണാം മൾട്ടിപ്ലിക്കേഷനാണ് ഫസ്റ്റ് വരുന്നത്, അതിനുശേഷമാണ് അഡീഷൻ ഉള്ളത്. സോ ഫസ്റ്റ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുക, അതിനുശേഷം അഡീഷൻ ചെയ്യുക. അതായത് 10 into 2 ആദ്യത്തെ മൾട്ടിപ്ലിക്കേഷൻ ചെയ്തു. 10 into 2 എന്ന് പറഞ്ഞാൽ 20 കിട്ടി. 20 + 3 23. നമുക്കിത് എക്സിക്യൂട്ട് ചെയ്ത് നോക്കാം. കണ്ടോ, 23 എന്ന് കിട്ടി. ഞാൻ ഈ മറ്റൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. B = 5 സ്റ്റാർ 2 plus 3 എന്ന് കൊടുക്കാം. പ്രിന്റ് ഓഫ് B. ഇതിൻ്റെ വാല്യൂ എങ്ങനെയായിരിക്കും കിട്ടുക? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. സോ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഡബിൾ സ്റ്റാർ എന്ന് പറയുന്നത് എന്താണ്? എക്സ്പൊണന്റിനാണ് റിപ്രസെന്റ് ചെയ്യുന്നത്. ഇതെന്ന് പ്ലസ് എന്ന് പറയുന്ന അഡീഷൻ. സോ ഏതാണ് ആദ്യം വരുന്നത് നോക്കാം. നമുക്ക് ഈ പെംഡാസ് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും എക്സ്പൊണന്റ് ആണ് ആദ്യം വരുന്നത്, അതിന് ശേഷമാണ് അഡീഷൻ വരുന്നത്. സോ ആദ്യം എക്സ്പൊണന്റ് ചെയ്യുക, അതായത് 5 ഡബിൾ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 5 to the power 2, അതായത് 25 plus 3 കിട്ടുന്ന എത്രയായിരിക്കും? 28. ഇനി ഞാൻ മറ്റൊരു എക്സാമ്പിളോട് കാണിച്ചു തരാം. ഈ പാരന്തസിസ് ഒക്കെ യൂസ് ചെയ്തിട്ട് C = നമുക്ക് ബ്രാക്കറ്റ്സിൻ്റെ അകത്ത് 5
സ്റ്റാർ സ്റ്റാർ 2 എന്ന് കൊടുക്കാം. പുറത്ത് പ്ലസ് 3 ഇൻറ്റു 2 എന്ന് കൊടുക്കാം. പ്രിൻ്റ് ഓഫ് സി. സോ ഇവിടെ നമുക്ക് കിട്ടുന്ന റിസൾട്ട് എങ്ങനെയായിരിക്കും? അതായത് നമ്മൾ പെംഡാസ് റൂൾ എടുക്കുക. ആദ്യം വരുന്നതാണ് ഇവിടെ ബ്രാക്കറ്റ്സ് ഉണ്ട്, അതായത് പാരാന്തസിസ്. സോ ഫസ്റ്റ് നടക്കേണ്ട ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലാണ്. അതായത് 5 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 5 സ്ക്വയർ, അതായത് 25. അതിനുശേഷം അപ്പോൾ നമുക്ക് ഈ വാല്യൂ 25 എന്ന് കിട്ടി. ഇപ്പം മൊത്തത്തിലുള്ള വാല്യൂ എന്ന് പറയുന്നത് ജസ്റ്റ് ഒന്ന് ആദ്യം എക്സിക്യൂട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ബ്രാക്കറ്റിൻ്റെ ഉള്ളിലുള്ള കാര്യമാണ്. അതായത് 5 സ്റ്റാർ സ്റ്റാർ 2 എന്ന് പറഞ്ഞാൽ 25 എന്ന് കിട്ടി. പ്ലസ് ബാക്കിയുള്ളത് എന്താണ്? പ്ലസ് 3 ഇൻറ്റു 2. 3 ഇൻറ്റു 2. ഇനി ഇവിടെ എന്ത് വരും? ഇവിടെ അഡീഷനും ഉണ്ട് മൾട്ടിപ്ലിക്കേഷനും ഉണ്ട്. അപ്പോൾ നമ്മൾ പെംഡാസ് പ്രകാരം ഏതാണ് ഫസ്റ്റ് വരിക? മൾട്ടിപ്ലിക്കേഷൻ ആണ് ഫസ്റ്റ് വരിക. സോ 3 ഇൻറ്റു 2 അതായത് 6 ഇനി വരും. 6. സോ 25 പ്ലസ് 6 ആണ് വരുന്നത്, വിച്ച് ഈസ് 31. അതാണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. സോ നിങ്ങൾക്ക് പെംഡാസ് റൂൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതായത് മൾട്ടിപ്പിൾ ഓപ്പറേറ്റേഴ്സ് വരുന്ന സമയത്ത് നമ്മൾ ഈ റൂളാണ് ഫോളോ ചെയ്യേണ്ടത്. അതായത് ഫസ്റ്റ് പാരാന്തസിസ് ആയിരിക്കും, സെക്കൻഡ് എന്ന് പറയുന്ന എക്സ്പോണൻ്റ് ആയിരിക്കും, തേർഡ് എന്ന് പറയുന്നത് മൾട്ടിപ്ലിക്കേഷൻ ആൻഡ് ഡിവിഷൻ ആണ്, ഫോർത്ത് എന്ന് പറയുന്ന സബ്ട്രാക്ഷൻ ആൻഡ് അഡീഷൻ ആണ്. നിങ്ങൾക്ക് ഈ പറഞ്ഞതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഞാൻ അതിന് റിപ്ലൈ ചെയ്യുന്നതാണ്. ഇപ്പോൾ നമ്മൾ പഠിച്ച അരിത്മെറ്റിക് ഓപ്പറേഷൻസ് എല്ലാം നമ്മൾ നമ്പേഴ്സിലാണ് ചെയ്ത് കാണിച്ചത്. എന്നാൽ ഇതേ ഓപ്പറേഷൻസ് എല്ലാം നമുക്ക് ബൂളിയൻ ഡാറ്റ ടൈപ്പിലും ചെയ്യാൻ സാധിക്കും. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞായിരുന്നു ഏതാണ് ബൂളിയൻ ഡാറ്റ ടൈപ്പ് എന്ന് പറയുന്നത്. ബൂളിയൻ ഡാറ്റ ടൈപ്പിലുള്ളത് 2 വാല്യൂസ് ആണ്, ട്രൂ ആൻഡ് ഫാൾസ്. അപ്പം ഇവിടെ നമ്മൾ പൈതൺ കോഡ് ബൂളിയൻ വാല്യൂസ്, അതായത് ട്രൂവിനെയും ഫാൾസിനെയും കൺസിഡർ ചെയ്യുന്ന 2 ന്യൂമറിക്കൽ വാല്യൂസ് ആയിട്ടാണ്. അതായത് ട്രൂ എന്ന് പറയുന്ന 1ഉം ഫാൾസ് എന്ന് പറയുന്ന 0യും. ഞാനിപ്പോൾ അത് കാണിച്ചു തരാം. നമുക്ക് അരിത്മെറ്റിക് ഓപ്പറേഷൻസ് ഇൻ ബൂളിയൻ വാല്യൂസ് എന്ന് കൊടുക്കാം. ബൂളിയൻ വാല്യൂസ് എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ട്രൂ, ക്യാപിറ്റൽ T ട്രൂ, അതുപോലെ തന്നെ ഫാൾസും. സോ ട്രൂ എന്ന് പറയുന്നത് ഈക്വൽ ടു 1 ആണ്, അതുപോലെ തന്നെ ഫാൾസ് എന്ന് പറയുന്നത് ഈക്വൽ ടു 0 ആണ്. സോ ട്രൂവിനും ഫാൾസിനും ഇങ്ങനെ ന്യൂമറിക്കൽ വാല്യൂസ് ആയതുകൊണ്ടാണ് നമുക്ക് ഈ പറഞ്ഞ എല്ലാ അരിത്മെറ്റിക് ഓപ്പറേഷൻസും ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ ചെയ്യാൻ സാധിക്കുന്നത്. ഞാൻ ഇതൊന്ന് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ആദ്യം നമുക്ക് അഡീഷൻ ചെയ്ത് നോക്കാം. എ ഈക്വൽ ടു നമുക്ക് ട്രൂ പ്ലസ് ട്രൂ എന്താണെന്ന് ചെയ്ത് നോക്കാം. ട്രൂ പ്ലസ് ട്രൂ എന്ന് പറഞ്ഞാൽ ട്രൂ എന്ന് പറയുന്ന 1 ആണ്. സോ 1 + 1 നമുക്ക് കിട്ടേണ്ട ഉത്തരം എന്താണ്? 2 ആണ്. കണ്ടോ, നമുക്ക് 2 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടി. അതുപോലെ തന്നെ ഞാൻ ബി ഈക്വൽ ടു ഫാൾസ് മൈനസ് ട്രൂ എന്ന് കൊടുക്കുകയാണ്. പ്രിന്റ് ഓഫ് ബി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഫാൾസ് എന്ന് പറയുന്നത് 0 ആണ്, ട്രൂ എന്ന് പറയുന്നത് 1 ആണ്. അതായത് 0 - 1 ഈക്വൽ ടു -1. കണ്ടോ, നമുക്ക് -1 എന്ന് പറഞ്ഞ ഉത്തരം കിട്ടി. ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ സി ഈക്വൽ ടു ട്രൂ ഇൻറ്റു ഫാൾസ്. അതായത് ട്രൂ എന്ന് പറയുന്നത് 1 ആണ്, ഫാൾസ് എന്ന് പറയുന്നത് 0 ആണ്. സോ 1 × 0 ഈക്വൽ ടു 0. പ്രിന്റ് ഓഫ് സി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 0 എന്ന് കിട്ടി. ഇതേപോലെ തന്നെയാണ് ബാക്കി എല്ലാ ഓപ്പറേഷൻസും ബൂളിയൻ ഡാറ്റ ടൈപ്പിൽ വർക്ക് ചെയ്യുന്നത്. സോ ഞാൻ ബാക്കിയുള്ളതെല്ലാം കാണിച്ചു തരുന്നില്ല. സോ ട്രൂ എന്ന് പറയുന്നത് പൈതൺ കൺസിഡർ ചെയ്യുന്ന 1 ആയിട്ടാണ്, ഫാൾസ് എന്ന് പറയുന്നത് പൈതൺ കൺസിഡർ ചെയ്യുന്ന 0 ആയിട്ടാണ്. അതുകൊണ്ട് തന്നെ ബൂളിയൻ ഡാറ്റ ടൈപ്പിലെ ഈ 2 വാല്യൂസും എല്ലാ ഓപ്പറേഷൻസും നടക്കും. ബാക്കിയുള്ള ഡാറ്റ ടൈപ്സിൽ ഇതൊക്കെ വർക്ക് ചെയ്യുമോ? അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് നോ ആണ്. അഡീഷനും മൾട്ടിപ്ലിക്കേഷനും മാത്രമേ ലിസ്റ്റ്, സ്ട്രിങ് ആൻഡ് ട്യൂപ്പിൾ വർക്ക് ചെയ്യുള്ളൂ. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം. അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ വർക്ക് ചെയ്യുള്ളൂ. അഡീഷൻ മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ഏതിലൊക്കെ വർക്ക് ചെയ്യുള്ളൂ? സ്ട്രിങ്, ലിസ്റ്റ് ആൻഡ് ട്യൂപ്പിൾ. ഞാൻ ആദ്യം സ്ട്രിങ് അഡീഷൻ ഒന്ന് കാണിച്ചു തരാം. അതായത് ഞാൻ എ ഈക്വൽ ടു 2 സ്ട്രിങ്, ഞാൻ മോഹൻ എടുക്കാം, മോഹൻ പ്ലസ് ലാൽ എന്ന് കൊടുക്കാം. പ്രിന്റ് ഓഫ് എ. അതായത് ഇവിടെ ഞാൻ ചെയ്യുന്ന എന്താണ്? 2 സ്ട്രിങ് എടുത്തിട്ട് അത് അഡീഷൻ ചെയ്യാണ് ചെയ്യുന്നത്. ഇതിനാണ് കോൺകാറ്റനേഷൻ എന്ന് പറയുന്നത്. സോ നിങ്ങൾക്ക് ഇവിടെ കാണാം, എനിക്ക് റിസൾട്ട് എന്ന് പറയുന്നത് മോഹൻലാൽ എന്നാണ്. അതായത് ഈ 2 കൂടെ ആഡ് ചെയ്തിട്ട് കോൺകാറ്റനേറ്റ് ചെയ്ത് ഒറ്റ വേർഡായിട്ട് മാറുകയാണ് ചെയ്തത്. ഇനി നമുക്ക് ലിസ്റ്റ് അഡീഷനും ചെയ്ത് നോക്കാം. അതായത് ബി ഈക്വൽ ടു നമുക്ക് ലിസ്റ്റ് കൊടുക്കാം. എന്താ കൊടുക്കാം? 1, 2, 3 എന്ന് കൊടുക്കാം. ഓക്കെ, അത് പ്ലസ് നമുക്ക് വേറൊരു ലിസ്റ്റും കൂടെ കൊടുക്കാം. ഇതാണ് 4, 5, 6. ഞാൻ പ്രിന്റ് ഓഫ് ബി എന്ന് കൊടുക്കുകയാണെങ്കിൽ
എനിക്ക് കിട്ടുന്നത് 1 2 3 4 5 6 ഈ രണ്ട് ലിസ്റ്റൂടെ കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു ലിസ്റ്റാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ സെയിം നമ്മൾ സ്ട്രിങ്ങിൽ കണ്ട പോലെ തന്നെ രണ്ടുകൂടെ കമ്പൈൻ ചെയ്ത് ഒരൊറ്റ ഒരു എലമെൻ്റ് ആയിട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് സ്ട്രിങ്ങൂടെ കയറിയിട്ട് ഒരൊറ്റ സ്ട്രിങ് ആയി മാറി, ഇവിടെ രണ്ട് ലിസ്റ്റൂടെ പോയിട്ട് ഒരൊറ്റ ലിസ്റ്റായി മാറി. ഈ സെയിം ഫംഗ്ഷൻ തന്നെയാണ് നമ്മൾ ട്യൂപ്പിൾ ചെയ്താലും. ഞാൻ ഒന്നുകൂടെ അത് വേണമെങ്കിൽ കാണിച്ചു തരാം. C ഈക്വൽ ടു ട്യൂപ്പിൾ എന്ന് പറയുന്ന റൗണ്ട് ബ്രാക്കറ്റാണ് 1 2 3 പ്ലസ് ട്യൂപ്പിൾ 4 5 6 പ്രിന്റ് ഓഫ് C എന്ന് കൊടുക്കാം. നിങ്ങൾ കാണാം 1 2 3 ഇവിടെയുണ്ട്, 4 5 6 അതുകൂടെയുണ്ട്. അതായത് നമ്മൾ സ്ട്രിങ്ങിലോ ലിസ്റ്റിലോ അല്ലെങ്കിൽ ട്യൂപ്പിളിലോ അഡീഷൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ആ കൊടുക്കുന്ന എലമെന്റ്സ് എല്ലാം കൂടെ ആഡ് ചെയ്ത് ഒരൊറ്റ എലമെന്റായി മാറുകയാണ് ചെയ്യുന്നത്. ഇവിടെ രണ്ട് സ്ട്രിങ്ങോട് കൂടി ഒരൊറ്റ സ്ട്രിങ് ആയി, ഇവിടെ രണ്ട് ലിസ്റ്റോട് കൂടി ഒരൊറ്റ ലിസ്റ്റായി, ഇവിടെ രണ്ട് ട്യൂപ്പിളോട് കൂടി ഒരൊറ്റ ട്യൂപ്പിളായി. ഇനി നമുക്ക് ഇതിലെല്ലാം മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെയാണ് ചെയ്യുന്നത് നോക്കാം. സോ നമുക്ക് ആദ്യം തന്നെ സ്ട്രിങ്ങിൽ മൾട്ടിപ്ലിക്കേഷൻ ചെയ്യാം. അതായത് ഞാൻ ഹലോ മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് കൊടുക്കുകയാണ്. പ്രിന്റ് ഓഫ് എ. നമുക്ക് കാണാം ഹലോ ഹലോ ഹലോ, അതായത് 3 വട്ടം റിപ്പീറ്റ് ആയിട്ട് വരികയാണ് ചെയ്യുന്നത്. സോ മൾട്ടിപ്ലിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്താണ് കൊടുക്കുന്ന ആ സെയിം എലമെന്റ് അത്രയും ടൈംസ് മൾട്ടിപ്ലൈ ചെയ്താണ് വരുന്നത്. സെയിം കാര്യം തന്നെയായിരിക്കും ലിസ്റ്റിലും വരിക. അതായത് ഞാൻ ലിസ്റ്റ് B ഈക്വൽ ടു 1 2 3 മൾട്ടിപ്ലൈഡ് ബൈ 3 എന്ന് തന്നെ കൊടുക്കാം. പ്രിന്റ് ഓഫ് B. നിങ്ങൾ കാണാം 1 2 3 ആദ്യത്തോട്ടം വന്നു, വീണ്ടും 1 2 3 വന്നു, വീണ്ടും 1 2 3 വന്നു. അതായത് അത്രയും ടൈം അത് മൾട്ടിപ്ലൈ ആണ് ചെയ്യുന്നത്. ഈ സെയിം പോലെ തന്നെയാണ് ട്യൂപ്പിളിലും വരിക. അതായത് C ഈക്വൽ ടു ട്യൂപ്പിൾ ഓഫ് 1 2 3 മൾട്ടിപ്ലൈഡ് ബൈ ഞാൻ 2 ആണ് കൊടുക്കുന്നത്. പ്രിന്റ് ഓഫ് C. അതായത് 2 വട്ടം റിപ്പീറ്റ് ആയിട്ട് വരും. കണ്ടോ, 1 2 3 1 2 3 വന്നു, അതുപോലെ തന്നെ അടുത്തേയും 1 2 3 വന്നു. സോ സ്ട്രിങ്ങിലും ലിസ്റ്റിലും ട്യൂപ്പിളിലും ഈ 3 ഡാറ്റ ടൈപ്പിലും നമുക്ക് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഇതൊരു നമ്മൾ പറയാത്തൊരു ഡാറ്റ ടൈപ്പ് ഉണ്ട്, അതാണ് ഡിക്ഷണറി. ഡിക്ഷണറിയിൽ നമുക്ക് ഓരോ ഓപ്പറേഷൻസും ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ ഇതുവരെ പറഞ്ഞതെല്ലാം ജസ്റ്റ് ഒന്ന് സമ്മറൈസ് ചെയ്ത് ഇവിടെ എഴുതി വെച്ചേക്കാം. ഹാഷ്ടാഗ് കൊടുത്തൊരു സമ്മറി എന്ന് കൊടുക്കാം. ഫസ്റ്റ് എന്ന് പറയുന്ന നമ്പേഴ്സ് ആണ്, അതായത് ഇൻറ്റിജർ ആൻഡ് ഫ്ലോട്ട്. INT, ഫ്ലോട്ട്. ഇൻറ്റിജറിലും ഫ്ലോട്ടിലും നമുക്ക് എല്ലാ ഓപ്പറേഷനും ചെയ്യാൻ പറ്റും. സോ ഞാനിവിടെ ഓൾ എന്ന് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മൾ ബൂളിയൻ കാണിച്ചു തന്നു. ബൂളിലും നമുക്ക് ബൂളിയൻ എന്ന് പറഞ്ഞാൽ ട്രൂ ആൻഡ് ഫാൾസ് വാല്യൂസ്. അതിലും നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും, എല്ലാ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. സോ അതിന് നമുക്ക് ഓൾ എന്ന് കൊടുക്കാം, ഓൾ ഓപ്പറേഷൻസ്. അതിനുശേഷം ഞാൻ കാണിച്ചു തന്നത് സ്ട്രിങ് ആണ്, സ്ട്രിങ് STR. സ്ട്രിങ്ങിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് പ്ലസ് ആൻഡ് ഇൻറ്റു. അതിനുശേഷം ഞാൻ ലിസ്റ്റ് കാണിച്ചു തന്നു. ലിസ്റ്റിൽ നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും? അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ, അതായത് പ്ലസ് ആൻഡ് ഇൻറ്റു. അതിനുശേഷം നമ്മൾ ട്യൂപ്പിൾ നോക്കി. ട്യൂപ്പിൾ നമ്മൾ എന്തൊക്കെ ചെയ്തു? പ്ലസ് ആൻഡ് ഇൻറ്റു. അതിനുശേഷം ഡിക്ഷണറിക്ക് നമുക്ക് ഒന്നും തന്നെ ചെയ്യാൻ സാധിക്കില്ല. സോ നോട്ട് ആപ്ലിക്കബിൾ. അതായത് നമ്പേഴ്സ് ആയിട്ടുള്ള ഇൻറ്റിജറിലും ഫ്ലോട്ടിലും നമുക്ക് എല്ലാ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. ബൂളിയനിലും നമുക്ക് എല്ലാ ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റും. എന്നാൽ സ്ട്രിങ്ങിലും ലിസ്റ്റിലും ട്യൂപ്പിളിലും ഇതിൽ നമുക്ക് അഡീഷൻ ആൻഡ് മൾട്ടിപ്ലിക്കേഷൻ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. ഡിക്ഷണറിയിൽ നമുക്ക് ഒരു ഓപ്പറേഷൻസ് ചെയ്യാൻ പറ്റത്തില്ല. സോ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഡാറ്റ ടൈപ്സ് മൊത്തം പഠിപ്പിച്ചു തന്നായിരുന്നു. ആ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ കാണുക. സോ പൈതണിലെ ഓരോ ഡാറ്റ ടൈപ്പിൽ ഏതൊക്കെ ഓപ്പറേഷൻസ് ആണ് യൂസ് ചെയ്യാൻ പറ്റുക എന്ന് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ ഒരു വീഡിയോയിലൂടെ പൈതണിലെ അരിത്തമെറ്റിക് ഓപ്പറേഷൻസ് ഏതൊക്കെയാണെന്നും അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഓപ്പറേറ്റേഴ്സ് ഏതൊക്കെയാണെന്നും നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ നിങ്ങൾ ഈ വീഡിയോ കണ്ടതിന് ശേഷം മാക്സിമം പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നോക്കുക. അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ ഞാൻ നമ്മുടെ ഈ ചാനൽ തന്നെ ഡെയിലി ഓരോ ക്വിസസ് ഇടുന്നുണ്ട്. ആ ക്വിസസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്ത് നിങ്ങൾക്ക് ഡെയിലി നിങ്ങൾ പഠിച്ച കാര്യങ്ങളൊക്കെ ഒന്ന് റീഫ്രഷ് ചെയ്യാൻ സാധിക്കും. സോ നിങ്ങളത് മാക്സിമം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടി നോക്കുക. ഈ വീഡിയോയിൽ പറഞ്ഞതിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലാരിറ്റി കുറവോ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് കമൻറ്റ് ചെയ്യുക. ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ പൈതൺ പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്.